ബേസിക്കായ കുറച്ച് കാര്യങ്ങൾ വേണ്ട മാത്രം വെച്ചിട്ട് ഒരു ഡാൻസ് ഫ്ലോർ. അപ്പോൾ ആ സാധനം അവർക്ക് ഗിഫ്റ്റ് ചെയ്യാന്നുള്ള മുകളിലാണ് ഉള്ളത്. പക്ഷെ എത്രത്തോളം സക്സസ് ആവും എന്ന് എനിക്കറിയത്തില്ല. കാരണം അവളെ വലിയൊരാഗ്രഹമാണ് സ്വന്തമായിട്ടൊരു ഡാൻസ് സ്കൂളും കാര്യങ്ങളൊക്കെ തുടങ്ങുക. Okay. Hey, hi. Hey, hi guys. നോക്കണ്ട, ഒറ്റയ്ക്കു വേറൊന്നുമല്ല, ഒരു ബർത്ത്ഡേ സർപ്രൈസ് വ്ളോഗ് അത്. ഇൻട്രോ പറയണല്ലേ. വെൽക്കം ബാക്ക് ടു ബൃന്ദാർജുൻ യൂട്യൂബ് ചാനൽ. ഫസ്റ്റ് ടൈമാണ് ഒറ്റയ്ക്ക് ഇങ്ങനൊരു എന്താ പറയുക, ഒറ്റയ്ക്ക് ഇങ്ങനൊരു ക്യാമറേൻ്റെ മുമ്പിലിരുന്ന്. സദാ അവളെ കളിയാക്കിയാൽ മതി. ഇത് തന്നെ ഇപ്പോൾ നമ്മുടെ തൊന്നയ്ക്കൽ പഞ്ചായത്തിൽ ഒരരിയും പെറുക്കി എന്ന് പറയുന്ന പോലെ കുറേ പ്രാവശ്യം ഞാനിത് ഷൂട്ട് ചെയ്യാൻ നോക്കുന്നത്. പറഞ്ഞ പണിയല്ല, അത് നടക്കണമില്ല. കുറേ നേരമായി കളി തുടങ്ങിയിട്ട് നടക്കുന്നില്ല ഈ സംഭവം. പിന്നെ ഇത് പാളിപ്പോവോ ഇല്ലയോ എന്ന് തന്നെ വലിയ പിടുത്തമില്ല. അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ ഈ വ്ളോഗർ എടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കണേ. ഈ ബാക്ക്ഗ്രൗണ്ട് ചിലപ്പോൾ വീഡിയോയ്ക്ക് ആദ്യം മുതലേ കാണുന്ന ആൾക്കാർ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ നിന്നാണ് വ്ളോഗിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഇതാ ഞാൻ കാണിച്ചു തരാം, ഒരു മിനിറ്റ്. ഇതാണ് ബാക്ക്ഗ്രൗണ്ട് വരുന്നത്. അവളുടെ മെയിൻ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. ഈ ഒരു സ്ക്വയറാണ് ബാക്ക്ഗ്രൗണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ എന്ന് തന്നെ എനിക്ക് വലിയ പിടുത്തമില്ല. ഇതാണ് ബാക്ക്ഗ്രൗണ്ട്. നമ്മുടെ മാമാർത്തും എല്ലാം ഇവിടെ തന്നെ ഇവിടെ ഷൂട്ട് ചെയ്യാറ് ഇന്നത്തെ സ്പോട്ട്. പിന്നെ ഇതാണ് അവളുടെ മെയിൻ ട്രൈപോഡ്. ഇതിൽ ലെവലാക്കി വെച്ചിട്ടൊക്കെയാണ് ആൾ വീഡിയോ എടുക്കുന്നത്. ഇതാണ് ഒരു ചുറ്റുള്ള സാധനം എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇതൊക്കെയാണ് ചുറ്റുപാട് കാര്യങ്ങളും ഉള്ള ബാക്ക്ഗ്രൗണ്ട്, റൂം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. 2017 MBAക്ക് പഠിക്കുമ്പോഴാണ് ഞാൻ വൃന്ദനെ മീറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ ഫ്രണ്ട്സായി. ആ ഫ്രണ്ട്സ് ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നത് ലവറായി. പിന്നെതാ എൻ്റെ കെട്ടിയോളുമായി. അങ്ങനെയാണ് നമ്മുടെ സ്റ്റോറീസ്. എന്തായാലും ലവ് സ്റ്റോറി എന്തായാലും 1 million അടിക്കുന്ന സമയത്ത് പെട്ടെന്ന് 1 million അടിക്കുന്ന സമയത്ത് നമ്മൾ എന്തായാലും പറയുന്നതായിരിക്കും. പിന്നെ ഒറ്റയ്ക്ക് ഞാൻ ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ പലതും റിപ്പീറ്റേഷൻ ഉണ്ടാവും. പിന്നെ ഇതെങ്ങനെ മുഖത്ത് നോക്കി ക്യാമറ നോക്കി എങ്ങനെ സംസാരിക്കേണ്ടതെന്ന് വലിയ പിടുത്തില്ല. സാധാരണ മറ്റേലും അവളെ കളിയാക്കിയാൽ മതി. ഞാൻ വൃന്ദനെ മീറ്റ് ചെയ്യുന്ന സമയം മുതൽ തന്നെ എന്താ പറയുക, ആൾ ഭയങ്കര പാഷനാണെന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഡാൻസർ ആവുക, ആക്ടിങ്, ഡാൻസിങ്, ഇതൊക്കെ തന്നെ. ഇത് നമ്മുടെ ഡബ് സ്മാഷിൽ മ്യൂസിക്കലി ടിക്ടോക്ക് എല്ലാ സമയത്തും ആൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ എന്തെങ്കിലും ആയിട്ട് കാര്യങ്ങൾ ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ആ സമയത്ത് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, നമ്മൾ MBAക്ക് പഠിച്ച് നമ്മൾ എന്താ പറയുക, 2nd സെം കഴിഞ്ഞ് 3rd സെം കയറുമ്പം തന്നെ ഇവർക്ക് ക്യാമ്പസ് ഇൻ്റർവ്യൂ കഴിഞ്ഞു, ജോലി കിട്ടി, ഓപ്പോയിലേക്കൊക്കെ പോകാൻ തുടങ്ങി. നമ്മളപ്പോൾ സപ്ലിമെൻ്ററി കോഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടി ഉണ്ട്. എങ്കിലും അപ്പോൾ അവൾ യൂസ് ചെയ്തു. ഓപ്പോയിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പിൽ അവൾ യൂസ് ചെയ്തുകൊണ്ടുണ്ടായിരുന്ന ഫോൺ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ലെനോവയുടെ ഒരു കുഞ്ഞു ഫോണാണ്. കുഞ്ഞു ഫോൺ എന്നൊരു വൈറ്റ്, എനിക്കിപ്പോഴും ഓർമ്മയില്ല തന്നെ, ഒരു വൈറ്റ് കളറിൽ ഒരു ഫോൺ അവൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കണേ. ക്ലാരിറ്റി എന്ന് പറഞ്ഞ സാധനം ഫോണിനില്ല, അന്നുമില്ല ഇന്നുമില്ല. പക്ഷെ ഇന്ന് നിങ്ങൾ എന്നും അവളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൾ പറയും അത് അടിപൊളി ഫോണാണ്, നല്ല രസമാണ്. പഴയ വീഡിയോ ഒക്കെ കാണുന്ന പലരും കണ്ടിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ നമ്മളെ പഴയ ടിക്ടോക്ക് സമയത്തൊക്കെ മ്യൂസിക്കലൊക്കെ ചെയ്ത സമയത്ത് നമ്മളെ ടിക്ടോക്ക് റിയാക്ഷനൊക്കെ എടുത്ത് അതിൽ കുറച്ച് വീഡിയോസുകളൊക്കെ ആ ഫോണിലെടുത്തതാണ്. ആ ഫോണ് അപ്പോഴും ആ ഫോണ് മതി. ആൾ ഇതുവരെ ഒരു കംപ്ലയിൻറ്റ്സ് പറയുന്നതിനെ പറ്റിയിട്ടോ ഇല്ലെങ്കിൽ എന്താ പറയുക, ഇത് വേണ്ട, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അപ്ഗ്രേഡ് ആവണം, കുറേ സാധനങ്ങൾ കൊണ്ടുവരണം, എനിക്കത് അങ്ങനെ വേണം, ഇതിങ്ങനെ ഉണ്ടാവണം, അതുണ്ടെങ്കിലേ നടക്കുള്ളൂ, ഇതുണ്ടെങ്കിലേ നടക്കുള്ളൂ, അങ്ങനെ നമ്മൾ പറഞ്ഞ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല, ഇതുവരെ. അപ്പോൾ ഇത് വേറെ ഒന്നും കൊണ്ടല്ല, ഉള്ളത് വെച്ച് അവൾ അടിപൊളിയായിട്ട് കാര്യങ്ങൾ റൺ ചെയ്യുന്ന നേരത്തിൽ അടിപൊളിയാണ്. ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ അവൾ പറയും ആ ഫോൺ അടിപൊളിയാണ്, ഇനിയും എടുക്കാൻ, ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ അവൾ എടുക്കാൻ തയ്യാറാണ്. ഒരു സാധനത്തിനെ പറ്റിയിട്ട് ഇതുവരെ കംപ്ലൈൻറ്റ് പറയുന്ന, ഒരു കുറ്റം പറയുന്നത് ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. അപ്പം പറഞ്ഞതിൻ്റെ മെയിൻ കാരണം എന്താ, ഈ ബാക്ക്ഗ്രൗണ്ട് തന്നെ കണ്ടില്ലേ, എപ്പോഴും വീഡിയോസ് എടുക്കുന്ന ബാക്ക്ഗ്രൗണ്ടുള്ളൊന്ന് എന്താ സ്റ്റാർട്ടിങ്ങിൽ ആണത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട്. ഈ ചുറ്റും ഇപ്പോൾ ഞാൻ കാണിച്ച ഈ ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് അവളുടേത്. ജോബിന് കിട്ടിയതിന് ശേഷം ഓപ്പോയിലാണ് കയറുന്നത്. ഓപ്പോ കയറിയ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് റീജിയനിലേക്ക് വരുന്ന എല്ലാ അത് ഇവർക്ക് ഓപ്പോ
പുറത്തേക്ക് ഇറക്കുന്നതിന് മുമ്പ് തന്നെ ഫോണുകൾ കമ്പനി കൊടുക്കും, ടെസ്റ്റിങ് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ അയ്യോ, അപ്പോൾ നമ്മളെവിടെ പറഞ്ഞു നിർത്തിയേ? ഓ, ബാക്ക്ഗ്രൗണ്ടും കളറെല്ലാം മാറിയെന്നല്ലേ. വേറെ ഒന്നുമല്ല, ബാക്കി എടുക്കുന്നതിൻ്റെ ഇടയിൽ അവൾ വന്നു, പിന്നെ നമുക്ക് എടുക്കാൻ പറ്റിയില്ല, പിന്നെ സമയം കിട്ടിയില്ല, അങ്ങനെ നിർത്തി. ഇത് കാണാണ്ടെല്ലാം ചെയ്യണ്ടേ. ഇപ്പം തന്നെ ഞാൻ വന്നിരിക്കുന്നത് നമ്മളെ പുതിയ ഫ്ലോറിലാണ്. അപ്പം എനിക്കൊന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് അവൾക്ക് ജോലി കിട്ടിയ കേസ്. ജോലി കിട്ടിയതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോയിൽ കയറിയ പിന്നെയാണ് അവൾ എന്താ പറയുക, വേറൊരു ഫോൺ, അവർ കമ്പനി ടെസ്റ്റിങ്ങിനും ഫോൺ വരുമല്ലോ HR ആയിട്ട് കിട്ടിയപ്പോൾ, ആ ഫോണ് കിട്ടിയ പിന്നെ ഓക്കെ. പിന്നീടാണ് അതിൽ മൊത്തം വീഡിയോസൊക്കെ എടുത്തു തുടങ്ങിയത്. അതിന് ശേഷം വന്ന എല്ലാം ആ വീഡിയോസ് മൊത്തം എടുത്തിരിക്കുന്നത് ആ ഫോണിലാണ് അവൾ. വളരെ എന്താ പറയുക, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നിനൊരു അല്ലെങ്കിൽ ഈ ടൈപ്പ് ഓഫ് സാധനങ്ങൾ അങ്ങനെ ഒരു പറ്റിയിട്ട് ആൾക്ക് പ്രശ്നമേ ഇല്ല. കിട്ടുന്ന മതി ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് വളരെ ഇതായിട്ടാണ് അവൾ ചെയ്തുകൊണ്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എങ്ങനെയാണിത് പ്രസൻറ്റ് ചെയ്യേണ്ടത് ഒരു പിടുത്തവുമില്ല. പക്ഷെ എനിക്കൊന്ന് ഷൂട്ട് ചെയ്യണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ എടുക്കണം. അതും ഇത് പാളിപ്പോകുന്ന പോലും അറിയത്തില്ല. അപ്പോൾ അങ്ങനെ കുറേ കോടികൾ കൂടി ഇട്ട് ഇതിൻ്റെ കൂടെ. അപ്പോൾ പറഞ്ഞ പല കാര്യങ്ങളും റിപ്പീറ്റേഷൻ ഉണ്ടാവും, പറഞ്ഞ കുറേ വാക്കുകൾ റിപ്പീറ്റേഷൻ യൂസ് ചെയ്യുന്നുണ്ടാവും, ഇത് അങ്ങനെ പല സാധനങ്ങളും ഞാൻ പിന്നീടും പറയുന്നുണ്ടാവും. ഇതെങ്ങനെയാണിത് ഔട്ട് എങ്ങനെ വരുന്നോ അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പം നേരത്തെ ബാക്കി പറഞ്ഞ സ്റ്റോറിയിലേക്ക് തിരിച്ചു വരാം നമുക്ക്. അപ്പോൾ അങ്ങനെ ജോലി കിട്ടിയ ശേഷം ആ ഒരു ഫോൺ വന്നേ പിന്നെയാണ് അവൾ കുറച്ചും കൂടി ഔട്ടുകൾ ഇങ്ങനെ എടുത്ത് വീഡിയോസുകൾ എടുത്ത്. പക്ഷേ HR ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് പോലും ആൾക്ക് ഓക്കെ കുറച്ച് ടൈമുകൾ എനിക്കൊന്ന് വർക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ആ ഒരു ടൈറ്റ് ഷെഡ്യൂളിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. ആ വർക്ക് കഴിഞ്ഞ് വന്ന് വൈകുന്നേരം ഇരുന്നാലും എവിടുന്നെങ്കിലും ഓഫീസ് ടൈമിലൊക്കെ എനിക്കൊന്ന് ഓഫീസിൻ്റെ ടെറസിൻ്റെ മുകളിൽ പോവുക, ലഞ്ച് ബ്രേക്ക് പോയിട്ട് റീൽസ് എടുക്കുക, ലഞ്ച് ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഷോർട്ട് വീഡിയോകൾ എടുക്കുക പോയിട്ട്. അങ്ങനെയാണ് ആൾ. അത് ജസ്റ്റ് താല്പര്യമാണ് ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലാതെ അതിൻ്റെ ഔട്ട് ഇങ്ങനെ വരണം, ഇത്രത്തോളം ഇത് വേണം, അങ്ങനെ ഒരു കാര്യങ്ങളും അവൾക്ക് ഉണ്ടായിരുന്നില്ല. ഞാനപ്പം വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ MBA പഠിച്ച് കഴിഞ്ഞിട്ട് പിന്നീട് വന്നപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കൊരു കാര്യം തന്നെ ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല. ഞാൻ പറയും അല്ലെങ്കിലേ സമയമില്ല, ഇതെങ്ങനെയാണ് നീ ചെയ്യുന്നത് എന്നുള്ള ചോദ്യം എപ്പോഴും എനിക്ക് അവളുടെ അടുത്തുണ്ട്. എങ്ങനെയാണ് എവിടെയാണ് എനിക്ക് ഈ സമയം കിട്ടുന്നത് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്? അത് വലിയൊരു കാര്യം. അപ്പോൾ അവൾ പറഞ്ഞാൽ എനിക്കിഷ്ടമുള്ള കാര്യം ഞാൻ ചെയ്യുന്നുണ്ട്, അപ്പോൾ നമ്മൾ എന്തായാലും സമയം കണ്ടെത്തും. അപ്പോൾ അവൾ അങ്ങനത്തെ കുറേ ഡയലോഗുകൾ തന്നെ സ്ട്രൈക്ക് ചെയ്ത കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ് പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ കുറേ പേര് കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും, നമ്മളൊരു എൻഗേജ്മെൻറ്റിന് ഞാനൊരു ഐഫോൺ ഗിഫ്റ്റ് ചെയ്തായിരുന്നു. ഐഫോൺ ഗിഫ്റ്റ് ചെയ്ത സമയത്ത് തന്നെ അല്ല സ്വാഭാവികം നെഗറ്റീവ് കമൻസുകൾ എന്തായാലും ഉണ്ടാവും. ആ നെഗറ്റീവ് കമൻസുകൾ കുറേ എണ്ണം ഉണ്ടായിരുന്നു. ഓക്കെ, ഭയങ്കര മെറ്റീരിയലിസ്റ്റിക് ആയതുകൊണ്ട് പ്രണയമാണ്, അതുകൊണ്ടാണല്ലോ ഇങ്ങനെ, അല്ലെങ്കിൽ ഫോണ് മതി പെണ്ണിന്, അങ്ങനെയൊക്കെയാണ്. നമ്മൾ ഈ കാണുന്ന വെറും ഒരു 30 സെക്കൻഡ്സോ അല്ലെങ്കിൽ 60 സെക്കൻഡ്സോ വരുന്ന ചെറിയ വീഡിയോയുടെ ക്ലിപ്പ് മാത്രം. അതിൻ്റെ ബാക്കിൽ അവരെത്രത്തോളം എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു ഗിഫ്റ്റ് ചെയ്യണം, ഞാനിപ്പോൾ ഐഫോൺ ഗിഫ്റ്റ് ചെയ്യാനുള്ള കാരണം പോലും അത്രയും വർഷത്തിനിടയിൽ നല്ലൊരു ഫോൺ അവൾ യൂസ് ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയുന്നതുകൊണ്ട് തന്നെയാണ്. അവളുടെ കരിയറിന് കൂടി വേണ്ടിയിട്ടുള്ള സാധനമാണ് അന്ന് കൊടുത്തത്. അതിന് കുറേ നെഗറ്റീവ് കമൻസ് ഉണ്ടായിരുന്നു, നമ്മൾ അറിയുന്നില്ല. ആൾക്കാരങ്ങനെ പറയും, നമ്മളത് ഓക്കെ ശരി, എനിക്ക് അത്രയും വേറെ എന്ത് ചെയ്യാൻ അതിനെ പറ്റിയിട്ടുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞ് കോവിഡ് വന്ന് ശേഷമാണ് അവള് അവിടുത്തെ വർക്ക് നിർത്തുന്നത്. കോവിഡ് ടൈമിലൊക്കെ എനിക്കൊന്ന് ടിക്ടോക്കൊക്കെ, പിന്നെ ആ ടിക്ടോക്ക് ബാൻ ചെയ്തു. ആ സീനൊക്കെ ശരിക്കും ആകെ ഒരു എൻ്റർടൈൻമെൻറ്റോ ഇല്ലെങ്കിൽ ആകെ അവളുടെ ഒരു പാഷനായിരുന്നു ടിക്ടോക്ക് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ അതൊക്കെ നിന്നു. അത് കഴിഞ്ഞ് കോവിഡിൻ്റെ സീൻ പ്രശ്നങ്ങൾ വരുന്നു. കോവിഡ് കഴിഞ്ഞ് പിന്നീടാണ് കൂടുതലായിട്ട് ഇൻസ്റ്റാഗ്രാമും യൂട്യൂബിലൊക്കെ കൂടുതലായിട്ട് അവൾ ചെയ്തു തുടങ്ങുന്നത്. ഓക്കെ, ആ പ്ലാറ്റ്ഫോമിലേക്ക് പോവാം. അങ്ങനെ ഓണത്തിൻ്റെ പാട്ട് ഒരു പ്രാവശ്യം നല്ല ഹിറ്റായിരുന്നു. ആ പാട്ട് ഹിറ്റായതിനു ശേഷം പിന്നെ ഓക്കെ ഇത് കൊള്ളാം, അല്ലെങ്കിൽ ഇങ്ങനെയുണ്ട്, റെസ്പോൺസ് ഉണ്ട്, ആൾക്കാർ അത് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ പിന്നെ നീ ഇതിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങുക. ഇല്ല, അവൾക്ക് അപ്പോഴും ജോലി കാര്യങ്ങൾ ചെയ്യണം. എനിക്കൊന്ന് ജോലി നിർത്തിയിട്ട് ഏകദേശം 1 ഇയർ പോലും കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അവൾ ജോലി. അതും ഞാനിങ്ങനെ പറയുമായിരുന്നു, ആ ജോലി നിർത്തി നിൻ്റെ കരിയർ ഇതിലേക്ക് നോക്ക്. ഇല്ല, അവൾ പറഞ്ഞു കുഴപ്പമില്ല, എനിക്കെല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അതെങ്ങനെ പറ്റുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഇപ്പോഴും ജോലി അവൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളൊരു ഓൺലൈൻ ബുട്ടീക്ക് തുടങ്ങിയായിരുന്നു. ഇവ കൊണ്ടിടന്നു. ഇതേപോലെ യൂട്യൂബ് വീഡിയോ എടുക്കും, എഡിറ്റ് ചെയ്യും. എങ്ങനെ സമയം കണ്ടെത്തുന്നു എന്ന് ചോദിച്ചിട്ട് ഞാൻ നേരത്തെ അവൾ പറഞ്ഞ അതേ ഉത്തരം തന്നെ എപ്പോഴും പറയാറ്. എനിക്കിഷ്ടമാണ് കാര്യങ്ങൾ ചെയ്യാൻ, അതുകൊണ്ട് ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ശേഷം നമ്മൾ കല്യാണത്തിന് ശേഷം
നമ്മൾ ഓക്കെ അവളോട് പറഞ്ഞു ഓക്കെ നിൻ്റെ ഫീൽഡ് ഇതാണ്, അപ്പോൾ അതിന് കൂടുതലായിട്ട് അവൾ ഇറങ്ങാൻ തയ്യാറായി. പിന്നെ അപ്പോഴും ആ കഴിഞ്ഞ വീട്ടിൻ്റെ അവിടുത്തെ ആ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ മതി, അങ്ങനെ പ്രത്യേകിച്ച് കൂടുതൽ ഇത് വേണം, നമ്മൾ കുറച്ചും കൂടി നമുക്ക് എന്നോടൊന്നും താല്പര്യമില്ല, ഇത് മതി, ഇതിനെന്താ കുഴപ്പം എന്ന് ചോദിക്കുന്ന ആളോട് നമുക്കൊന്നും പറയാനില്ലല്ലോ. അത് കഴിഞ്ഞ് കൂടുതലായിട്ട് വീഡിയോസുകൾ ചെയ്തു തുടങ്ങി, കുറച്ചും കൂടി യൂട്യൂബിലേക്ക് ഇറങ്ങി. ആൾക്കാരുടെ റെസ്പോൺസ്, നിങ്ങളുടെ റെസ്പോൺസ് വന്നേ പിന്നെയാണ് ആൾക്ക് ഓക്കെ ഇതിലേക്ക് ഇറങ്ങാം എന്നുള്ളൊരു നല്ല തോട്ട് വന്നു തുടങ്ങി തന്നെ. അങ്ങനെ വീട്ടിൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ചെറിയൊരു ഫ്ലോർ, ആ ഫ്ലോറാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഞാനൊരു സറൗണ്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈ ഫ്ലോറ് എടുക്കുന്നത്, ഈ ഫ്ലോർ എടുത്തു കഴിഞ്ഞപ്പോൾ ഓക്കെ ഇതൊരു ചെറിയ യൂട്യൂബ് സ്റ്റുഡിയോ സെറ്റപ്പ്, പിന്നെ മിറേഴ്സ് ഉണ്ട്, അപ്പോൾ ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്യാം, എല്ലാം കളിക്കാം, പിന്നെ പഠിപ്പിക്കാൻ തുടങ്ങാം. പഠിപ്പിക്കുക എന്നുള്ളത് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായിരുന്നു നമുക്ക്. നമ്മൾ കോളേജിൽ കളിക്കുമ്പോൾ തന്നെ ആളുടെ കൊറിയോഗ്രാഫി ചെയ്യും, അവൾ സ്റ്റെപ്പ് ഇടും, ഞങ്ങൾ ഓക്കെ മറ്റേ മലർ മിസ്സിൻ്റെ സ്റ്റെപ്പൊക്കെ പോലെ ആദ്യത്തെ ഫസ്റ്റ് ടൈം എനിക്ക് ഇപ്പോൾ ഓർമ്മയുള്ള കാര്യമാണ്. നമ്മൾ കോളേജ് ഡേ കഴിഞ്ഞിട്ട് ഓക്കെ ഇവളുടെ വക ഇവൾ പഠിപ്പിക്കും, നമ്മളെല്ലാവരും സ്റ്റേജിൽ കയറാം എന്നുള്ളൊരു മൂഡിലായിരുന്നു നമ്മളെല്ലാവരും ഉണ്ടായിരുന്നത്. ഇവൾ വന്നു, ഇവൾ മറ്റേ നമ്മളെ പ്രേമത്തിലെ മലർ മിസ് ഇടുന്ന പോലെ കുറേ സ്റ്റെപ്പ് അങ്ങിട്ട് ഞങ്ങൾ ഇതിപ്പോൾ എന്താ ചെയ്യുക എന്നുള്ള രീതിയിൽ നിന്ന അവസ്ഥയായിരുന്നു. അപ്പോൾ ആൾക്ക് പഠിപ്പിക്കുന്നതിലും ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇത് എത്രത്തോളം ഞങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞുതരാൻ ഞങ്ങൾക്ക് വാക്കുകളില്ല, അതാണ് എൻ്റെ മെയിൻ പ്രശ്നം. ഇപ്പം നിങ്ങളെ ഈ ഒരു ക്യാമറ നോക്കി സംസാരിക്കാൻ അവൾ കൂടി ഉണ്ടെങ്കിൽ 2 കളിയാക്കിയാൽ മതി. അങ്ങനെയാണ് ഞങ്ങളൊരു റിലേഷനിലെ കേസിലായിരുന്നത്. സോ ഈ ഒരു ഫ്ലോർ അങ്ങനെയാണ് എടുക്കുന്നത്. പക്ഷേ ഈ ഫ്ലോറിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ തന്നെയാണ്, പ്രത്യേകിച്ച് സ്റ്റുഡൻസിനെ കൊണ്ടുവന്ന് പഠിപ്പിക്കാനോ ഇല്ലെങ്കിൽ ഇത് നമുക്കൊരു സെറ്റപ്പ് ഇല്ലെങ്കിൽ നമുക്കൊരു ചെറിയൊരു യൂട്യൂബ് സ്റ്റുഡിയോ എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് വെച്ചാൽ അറിയത്തില്ല. കാരണം പുറത്തുനിന്നുള്ള ലൈറ്റുകളുണ്ട്, പിന്നെ ചൂട്, ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് ഇതുള്ളത്. AC അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല ഇവിടെ. അപ്പം ഭയങ്കര ചൂടാണ്. അപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം അതാണ്, ഭയങ്കര ചൂടും കാര്യങ്ങളും. അപ്പോൾ രാത്രി വൈകുന്നേരത്തായിരിക്കും നമ്മൾ നോർമലി നിങ്ങളിപ്പം കുറച്ച് നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വീഡിയോസും ഷൂട്ട് ചെയ്തിരിക്കുന്നത് എവിടെ നിന്നാണ്. അതും രാവിലെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഉച്ചയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ മോസ്റ്റ്ലി കുറേ പേര് ടാഗ് ചെയ്തിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട് ആൾക്കാർ, നിങ്ങളെ ഡേ ഇൻ ലൈഫ് ഇൻ കൊച്ചി ചെയ്യാവോ എന്നുള്ളത്. ഡേ ഇൻ ലൈഫ് ഇൻ കൊച്ചി എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്ത് രാത്രിയാവും ഞങ്ങളൊരു സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്ന് പറയാം. രാത്രി ഒന്നും ഇതൊക്കെ ചെന്ന് ചൂടൊക്കെ കുറയുമ്പോഴായിരിക്കും ക്യാമറയും കൊണ്ട് ഞങ്ങൾ വരിക, വന്ന് വീഡിയോ എടുത്ത് തീർക്കാനുള്ള ടൈം എത്രയാണെന്നുള്ളത് ജസ്റ്റ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഒരു 10 മിനിറ്റ് എടുക്കുന്ന ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി എത്ര ടൈം എന്നല്ല എത്ര ദിവസം എടുക്കുന്നു നോക്കിയാൽ മതി എന്ന് പറയില്ലേ. അത്രയും ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരുന്നു. നമ്മൾ പോകുന്നു കാണുന്നു എന്നല്ലാതെ ഇതിൻ്റെ ബാക്കിൽ ഇത്രയും സ്ട്രഗ്ലിംഗ് ഉണ്ട് എന്നുള്ളത് അതിൻ്റെ കൂടെ ട്രാവൽ ചെയ്യുമ്പോഴാണ് നമ്മൾ അവളുടെ കൂടെയും ഈ ഒരു എൻ്റെ എന്താ പറയുക യൂട്യൂബ് ആയാലും ഇൻസ്റ്റാഗ്രാമായാലും ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ രാത്രിയായി ചിലപ്പോൾ 2, 3 മണി, 4 മണി, 5 മണിക്ക് 5 മണിക്ക് നമ്മൾ പ്രാവശ്യം ഷൂട്ടൊക്കെ കഴിഞ്ഞ് വീഡിയോ ഒക്കെ കോപ്പി ചെയ്ത് വീട്ടിലേക്ക് എത്തുമ്പോൾ അമ്മ രാവിലെ എന്താ പറയുക വിളക്കത്തിക്ക് അമ്പലത്തിൽ പോകാനായിട്ട് രാവിലെ 5 മണിക്ക് എണീക്കുന്നതാണ് കാണുന്നത്. നമ്മളെപ്പോഴും ചീത്തയൊക്കെ പറയും, നിങ്ങളെന്താ രാത്രിക്ക് ചെയ്യണം, ഇത്ര സമയം എന്താന്ന്, നിങ്ങളെവിടെ ഇങ്ങനെ കറങ്ങിയെടുക്കാം. പക്ഷേ ഇതൊന്ന് ഷൂട്ട് ചെയ്ത് എടുത്തെടുക്കുന്ന ടൈമും കാര്യങ്ങളും പിന്നെ എല്ലായിടക്കും നമ്മളിപ്പോൾ എന്തൊരു ഇമോഷണൽ ബ്രേക്ക് ഡൗൺ വന്നിട്ടുണ്ടെങ്കിൽ പോലും നമുക്കൊരിക്കലും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് അങ്ങനെ ഒരു ഫേസും ഉണ്ടെന്ന് കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഡൗൺ ആണെങ്കിൽ പോലും നമ്മൾ ഹാപ്പി ആയിട്ട് എപ്പോഴും വീഡിയോസ് കാണിക്കണം, എല്ലാവരോടും വീഡിയോസുള്ള കാര്യങ്ങൾ സംസാരിക്കണം, വീഡിയോ എടുക്കാണ്ടിരിക്കാൻ പറ്റത്തുമില്ല എന്നൊക്കെ പറയാറില്ലേ. ആ ഒരു അടിപൊളി പരിപാടിയാണ് ശരിക്കും അത് ഇൻഫ്ലുവൻസർ ആവുക, അല്ലെങ്കിൽ ഇത്രയും ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ വരിക എന്ന് പറയുന്നത് തന്നെ. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളിലാണ് അവളിൽ ഞാൻ ഇഷ്ടപ്പെട്ടുകൊണ്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. നോക്കേണ്ട കുറേ ടേക്ക്, ഈ കട്ടുകൾ നിങ്ങൾ കുറേ കാണുന്നില്ല, വേറൊന്നുമല്ല, ഇഷ്ടം പോലെ ടേക്കുകളെ പോയിട്ടുണ്ട്. ടേക്ക് എടുത്ത് തന്നെയാണ് സമയം, ഇത് കണ്ട് തീർത്ത് ഇതെങ്ങനെ അനിരുദ്ധ് എങ്ങനെ എഡിറ്റ് ചെയ്ത് തരുന്നവർക്ക് അറിയാൻ പാടില്ല. അനിരുദ്ധ് എന്നുള്ളൊരുത്തൻ്റെ പ്രതീക്ഷയിലാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അവനൊന്നും എഡിറ്റ് ചെയ്ത് തരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. എനിക്കറിയത്തില്ല ഇതെങ്ങനെ ഔട്ട് വരുന്നുണ്ട് എന്നുള്ള കേസ്. കാരണം നോർമൽ ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ അവളോട് ചോദിച്ചാൽ മതി ഈ ഔട്ട് എങ്ങനെയുണ്ട്, അവളാണല്ലേ കറക്ഷൻസ് ആയാലും ഇല്ലെങ്കിൽ ഈ സാധനങ്ങൾ ഇത് വേണം എല്ലാം അവളാണ് പറയാറ്. നമുക്കിതിലൊന്നും എന്താ പറയുക, ഇത് ഔട്ട് തന്നാവും ഓക്കെ ഇങ്ങനെയാണെന്ന് പറയാനും പറ്റും. അതാണ് ഈ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഈ കാണുന്ന പല കട്ടുകളും ഞാൻ
പല കാര്യം പറഞ്ഞ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കും, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ തന്നെ ആയിരിക്കും പിന്നീടും ഇപ്പം തന്നെ ഉണ്ടല്ലേ റിപ്പീറ്റ് ചെയ്ത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പം എന്തിനാണ് ഈ വീഡിയോ എടുത്തത്? ഇത്ര കഷ്ടപ്പെട്ട് വീഡിയോ എടുത്ത് വേറെ കൊണ്ടല്ല, അറിയല്ലോ ക്യാമറ നോക്കാൻ മര്യാദക്ക് മനസ്സിലാവുന്നില്ല, എവിടെ നോക്കിയിട്ട് എങ്ങനെ സംസാരിക്കണം എന്നുള്ളതായാലും കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അതാണ് ഈ ലൊക്കേഷൻ ചേഞ്ചസും കാര്യങ്ങളും. എൻ്റെ ബർത്ത്ഡേക്ക് അവളൊരു ബൈക്ക് ഗിഫ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറേ വർഷം കാത്ത് നിന്ന് പിന്നെടുക്കാം അങ്ങനെ മാറ്റി വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് വെച്ചാൽ ഗിഫ്റ്റ് തന്നപ്പോൾ പറഞ്ഞു നീ ഇത് എത്ര കാലം മാറ്റി വെച്ചതാ, എന്തുകൊണ്ടാണ് നീ ചെയ്യാത്തത്? ഞാൻ ആദ്യം മുതലേ പറഞ്ഞില്ലേ ബാക്കിയുള്ളവരെ സന്തോഷിപ്പിക്കുന്ന കാര്യത്തിൽ അവൾ എല്ലാം, പക്ഷെ അവൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ നോക്കുമ്പോൾ പിന്നെ നോക്കാം എന്തൊരു മൂഡ് പിടിക്കാറുണ്ട്. അപ്പോൾ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളൊന്ന് തന്നെ ഗിഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല, ചെറിയൊരു ഡാൻസ് ഫ്ലോർ. അത് ഫുള്ളായിട്ട് എടുത്തിട്ട് ഫുൾ അടിപൊളിയായി ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കളർ സെൻസൊക്കെ അടിപൊളി ആയതുകൊണ്ടും എൻ്റെ ഡിസൈൻസൊക്കെ അടിപൊളി ആയതുകൊണ്ടും ഞാൻ അതിന് മുതിരാതെ ജസ്റ്റ് ഒരു നോർമൽ ഉണ്ടാവുന്ന ഒരു രീതിയിൽ ഒരു ജസ്റ്റ് ബേസിക്കായ കുറച്ച് കാര്യങ്ങൾ വേണ്ട മാത്രം വെച്ചിട്ട് ഒരു ഡാൻസ് ഫ്ലോർ. അപ്പോൾ ആ സാധനം അവർക്ക് ഗിഫ്റ്റ് ചെയ്യാന്നുള്ള മൂഡിലാണ് ഉള്ളത്. പക്ഷെ എത്രത്തോളം സക്സസ് ആവും എന്ന് എനിക്ക് അറിയത്തില്ല, ഇത് പാളിപ്പോവുമെന്ന് പോലും അറിയത്തില്ല. അതുകൊണ്ടാണ് നല്ലൊരു ടെൻഷനുണ്ട്. ഇതുവരെ കൊടുത്ത സർപ്രൈസുകളിൽ വെച്ചിട്ട് ഏറ്റവും ടെൻഷൻ പിടിച്ച സർപ്രൈസാണ്. കാരണം ബാക്കിയുള്ളതിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദൂരത്ത് നിന്നിട്ടായിരിക്കാം വന്നാൽ മതി, പക്ഷെ ഇതുപോലെ കൂടി ഉണ്ടാകുമ്പോഴാണ് ഇതൊക്കെ പ്ലാൻ ചെയ്ത് ഇതൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കുന്നത്. നോക്കാം, എല്ലാവരും ഉണ്ടേ, നോക്കാം നമുക്കിത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. കാണാം, അവളെ വലിയൊരു ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു ഡാൻസ് സ്കൂളും കാര്യങ്ങളൊക്കെ തുടങ്ങുക. എല്ലാവരും ചോദിക്കാറുണ്ട് എന്താ ഇപ്പോൾ ഡാൻസ് സ്കൂൾ എന്താ തുടങ്ങാത്ത, എന്താ പഠിപ്പിക്കാത്ത. അപ്പം എനിക്ക് തോന്നുന്നു ഇതായിരിക്കും ബെസ്റ്റ് ഗിഫ്റ്റ് അവർക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു ഡാൻസ് സ്റ്റുഡിയോയും ഒരു യൂട്യൂബ് സ്റ്റുഡിയോയും കൂടിയിട്ടുള്ള ചെറിയൊരു ഇത് പനമ്പള്ളിയിലാണ്. നോക്കാം നമുക്കിത് സക്സസ് ആവുമോ, പണി കിട്ടുമോ എന്നുള്ളത് കണ്ടറിയണം. ഇനി ഇത് എത്രത്തോളം സക്സസ് ആവാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ, പാളിപ്പോ ഒന്നും എനിക്ക് പിടുത്തമില്ല. ഞാൻ ഇതൊരു കൊടുത്തതിൽ വെച്ച് ഏറ്റവും ടഫായ ഒരു സർപ്രൈസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാൻ ഇപ്പം ഇങ്ങനെയാണ് അവർക്ക് പ്ലാൻ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 29-ന് 28-ാം തീയതി രാത്രി എല്ലാവരും ഫ്രണ്ട്സൊക്കെ വരുമായിരിക്കും, കേക്ക് മുറിക്കും എന്നുള്ളതല്ലേ. ഞാൻ എന്തെങ്കിലും ആയിട്ട് പണി ഒപ്പിക്കുന്നുള്ള കാര്യം അവൾ എക്സ്പെക്റ്റഡ് ആയിരിക്കും. പക്ഷേ ഇങ്ങനെ വലിയ എക്സ്പെക്റ്റേഷനോ ജസ്റ്റ് ഒരു എന്തെങ്കിലും മതി. അവളോട് ഇങ്ങനെ ഞാൻ പിച്ച് ചെയ്തിരിക്കും, നമുക്കിന്ന് ഒരു കാര്യം ചെയ്യാം, ഞാനൊരു കാൻഡിൽ ഡിന്നർ ബുക്ക് ചെയ്തിട്ടുണ്ട് പനമ്പള്ളിയിൽ, നമുക്ക് നൈറ്റ് ഞാനും നീയും കൂടി ഒന്ന് പോയിട്ട് വരാം, കുറേ കാലമായില്ലേ നമ്മൾ മാത്രമായിട്ട് എന്തെങ്കിലും ഒരു ഡേറ്റിന് പോയിട്ട്, അപ്പോൾ നീ റെഡിയായി നിൽക്ക് എന്നൊക്കെ ഞാൻ പറഞ്ഞു വെച്ചിരിക്കുക. അതിൻ്റെ ഇടയിൽ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്, എന്താ വരാത്ത എന്നും പറഞ്ഞ് ഞാൻ എപ്പെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അത് വേണം ഇത് വേണം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കട്ടെ എന്ന് പറഞ്ഞ് എന്നോട് കിടന്ന് ചീത്ത വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. നോക്കാം നമുക്കിത് ഞെട്ടുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പം ഗൈസ് നിങ്ങളൊന്ന് കണ്ടിട്ട് വാ എന്തുണ്ടാവും എന്നുള്ളത്. അപ്പം ബാക്കി നമുക്ക് പിന്നെ നോക്കാം. ഹലോ ഗൈസ്, വെട്ടൂല്ല നട്ടപ്പാരക്ക് വെട്ട. എത്ര മണിക്ക് ഇറങ്ങാൻ പറഞ്ഞതാ എന്നോട്? നീ എത്ര മണിക്കാ വന്നത്? ഇപ്പൊ എന്നെ കുറ്റം, നീ കുളിക്കാത്തോണ്ടാവും. പിന്നെ ഞാൻ നേരത്തെ റെഡി ആയിട്ട് നിക്കണായിരുന്നു. ഇതെന്താ വെട്ടൊട്ടൂല്ല, എനിക്ക് അരിശം വന്ന്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അർജുൻ എന്ത് ഞാൻ എത്ര നേരമായിന്നറിയോ റെഡി ആയിട്ടിരിക്കാൻ തുടങ്ങിയിട്ട്? എല്ലാ പ്രാവശ്യം നീയല്ലേ പോസ്റ്റ് ചെയ്യുന്നേ, എന്നൊരു പ്രാവശ്യം ഞാൻ ഇനിയിപ്പോ എന്താ എന്റെ ചങ്ങനെ കാണാൻ പോയി ഇത്ര വലിയ പ്രശ്നം. എനിക്ക് റെഡിയായി കൊറേ നേരം കഴിഞ്ഞ് കഴിയുമ്പോ ഒരു മടുപ്പ് വരും. സത്യം പറഞ്ഞ എനിക്ക് അങ്ങനെ മടുത്തു. ഓ നമ്മളെവിടെ പോകുന്നോന്ന് പറഞ്ഞോട്. നമ്മളൊരു എന്താ പറയാ ഡേറ്റിന് പോകും. ഡേറ്റിന് പോകാൻ ടൈമിന് വരാത്തവരാണ്. മുഖം നോക്കിയേ എന്താണ്? അതല്ല, നമുക്ക് ഇങ്ങനെ ഉണ്ടാവൂലേ, നിങ്ങൾക്ക് ഉണ്ടാവൂല ഇങ്ങനെ റെഡി ആയിട്ട് ഇങ്ങനെ കൊറേ നേരം ഇരിക്കണം. 1 മണിക്കൂറോളം ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോ പ്രാന്താവും, ദേഷ്യം വരും, മൂഡ് പോകും. മൂഡ് പോയി വിഷയം തന്നെ. ശരിക്കും എന്റെ മൂഡ് പോയി. എന്താണ്? പിന്നെ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. എടാ ഡേറ്റ് ക്യാൻഡിൽ ഡേറ്റ് ഡിന്നറിന് എന്ത് പറ ബർത്ത്ഡേ. Guys, tomorrow is my birthday. നാളെ എന്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ എന്നാ പറഞ്ഞത് ഇപ്പൊ.
യെസ് ഗൈസ്, അപ്പോ നാളെ അത് മാത്രല്ല, നാളെ ഡാൻസ് ഡേ ആണ്, ഇന്റർനാഷണൽ ഡാൻസ് ഡേ. സോ എല്ലാവർക്കും ഡാൻസ് ഡേ വിഷസ് നേരുന്നു. അപ്പൊ നമ്മളിപ്പോ എവിടെയാ പോകുന്നത്? ഫുഡ് കഴിക്കാനല്ല. എന്താ ഡേറ്റ് മീൻസ് വാട്ട്? 2 persons are sitting eating food talking each other, അതൊക്കെ തന്നെയല്ലേ എത്ര കാലത്തിന് ശേഷമാണ് നമ്മള് പോകുന്ന ഒരു കാൻഡിൽ ഡേറ്റ് ഡിന്നർ. അത് ശരിയാണ് കേട്ടോ ഗൈസ്. അപ്പൊ നമ്മളിതാ അങ്ങനെ ഡേറ്റിന്റെ സ്ഥലത്ത് എത്താൻ പോവാണ്. എന്താണ് സന്തോഷമില്ലാത്ത എനിക്ക്? സന്തോഷം എടാ ഒരു 1/2 മണിക്കൂർ ലേറ്റ് ആയാലും ഇങ്ങനെ മുഖം പിടിച്ചിരിക്കണ്ട. എല്ലാം കൂട്ടി ഡേറ്റിന് ഇറക്കി എന്നെ വേണം തല്ല. ഇല്ല ഇല്ല ഇല്ല. എവിടെ എവിടെയാ എന്ത് എന്ത് എവിടെ പോണേ? കണ്ണ് കെട്ടടി. ഇത് നമ്മളെ ഐഡിയ. എന്ത് എന്തിനാണ് കണ്ണ് കെട്ടേ? എവിടെയാന്ന് പറ. കണ്ണ് കെട്ടട്ടെ അടക്ക്. സർപ്രൈസ് ഡേറ്റ് ആണ്. ആൾക്കാരൊക്കെ ഡേറ്റ് ആണ്, സർപ്രൈസ് ഡേറ്റ്. ഓക്കേ, അപ്പൊ പിന്നെ കാണാൻ പാടില്ല. ഗൈസ് ഇത് നമ്മുടെ ഐഡിയ. എന്ത് ഐഡിയ? ഹലോ, എന്താണ് ഇത്? എത്ര കളി കാണാൻ പറ്റുന്നുണ്ട്? പറയല്ലേ. ഇപ്പോഴോ കാണുന്നുണ്ടാ? ഇപ്പൊന്നും കാണുള്ള. ഇതെത്ര? ഒന്നൂടെ. ഇതെത്ര? 2. ഇതെത്ര? വേണമെങ്കിൽ കാണാൻ പറ്റുള്ള. ഇതെത്രാന്ന് പറ. കാണാൻ പറ്റുള്ള. ഇതെത്രാന്ന് പറ നീ. 3. എടാ എനിക്ക് കാണുന്നുണ്ട്. അപ്പൊ ഇതെത്ര? ഇല്ല കാണുന്നില്ല. ഞാൻ കാണിക്കുന്നൊന്നുമില്ല. എടേ പനമ്പള്ളിയിലല്ല നമ്മള് പോണെ. പിന്നെ ഇത് വേറെ. ഇത് പനമ്പള്ളി റോഡായിരുന്നല്ലോ. അതിനെ പറ്റിക്കാൻ വേണ്ടി അടുത്തല്ലേ. കണ്ടാ തിരിയുന്നുണ്ടാ വണ്ടി? വണ്ടി തിരിയുന്നുണ്ടാ? ഒച്ചപ്പാടൊക്കെയല്ലേ? ഞാൻ തുറന്നു നോക്കുവേ. സർപ്രൈസ് ഞാൻ വിളിച്ചോളെ. എന്ത് സർപ്രൈസ് ഒന്നുമില്ല, ഒരു ചെറിയ. എന്താ എന്ത്? എന്താ? നമുക്കൊന്ന് റിവേഴ്സ് എടുക്കാം. ഇവിടെ അടുത്തുള്ള റെസ്റ്റോറന്റ് ആണോ? ഇവിടെ അടുത്തുള്ളത് ഏതൊക്കെയാ? നീ എടുത്ത റെസ്റ്റോറന്റ് കണക്ഷൻ. ഞാൻ വണ്ടി വളച്ചതാ. ഹാപ്പി കപ്പിലാണോ? ഹാപ്പി കപ്പാണോ? ഹാപ്പി കപ്പ് ഒന്നല്ല. വണ്ടി വളച്ചോ. വണ്ടിയുടെ വളവുകൾ കണ്ടിട്ട് എനിക്ക് പേടിയാവുണ്ട്. എനിക്ക് എക്സൈറ്റ്മെന്റ് വന്നിട്ട് പേടിയാവുന്നുണ്ട്. പാനിക് അറ്റാക്ക് വരൂട്ടാ. പയ്യെ പോ. പയ്യത് പോന്നല്ല പോണപ്പോ. ഇതെവിടെയാ പോകുന്നേ? വണ്ടി. അയ്യോ എനിക്ക് ടെൻഷൻ വന്നി. എന്തറിയാത്ത എന്റെ എന്തെത്തിയാ? ഒരു മിനിറ്റ് കാർന്നനങ്ങരുത്. ഒരു മിനിറ്റ് കാർന്നനങ്ങരുത്. ഒരു മിനിറ്റ്. നീ കയ്യൊക്കെ മിണ്ടരുതിരിക്കണം. അനങ്ങാതിരിക്കണം. മിണ്ടരുത്. മിണ്ടാൻ പാടില്ലേ? ഫോണടിക്കുന്നേ. ഒരു മിനിറ്റ്. എന്നാ കൊറേ നേരം ആയല്ലോ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. ടെൻഷൻ അടിക്കുന്നേ. 2 മിനിറ്റ്. എന്നാ ഇറങ്ങാം. നാരങ്ങല്ല ഇറങ്ങാം. ഞാൻ വരാം. റെഡിയേ? എനിക്ക് പേടിയാവണ്. ആ ഡോർ ഇറക്കാം. ആ ഡേറ്റിന് പോലെ പോയിക്കോ. എവിടെ? എന്താണ് രാമൂട്ട കാണിക്കുന്നത്? നടക്ക്.
കണ്ണു കാണാൻ പറ്റാണ്ടില്ല നാളെ. അതാ സൗണ്ടെല്ലാം വരുന്നു. നാടാ ചെറിയ സ്റ്റെപ്പ് ഉണ്ടേ. എന്റെ കാലാത് ആര് കൂടെ വരാൻ ഇടയുള്ള ചെറിയ സ്റ്റെപ്പ്. വാ ചെറിയ സ്റ്റെപ്പ് അതന്നെ. നീ നടക്കാതെയോ? ആ സ്റ്റെപ്പ് കേറട്ടെ. കേറ്. വീടാണത്. ആയൊന്നുമില്ല ആടത്. എന്ത് വീട്? ഇന്ന സ്റ്റെപ്പ് ഉണ്ടേ. വെള്ളടക്ക് എന്നാ മടത്ത് നോക്കിന്നിരുന്ന്. ആ നല്ല മണമില്ലേ? ആ റെസ്റ്റോറന്റാ. നീ ഇത് ടെൻഷൻ അടിക്കല്ലേ? കണ്ണൂരിലേക്കോ? അങ്ങോട്ട് നോക്ക്. പേരോർമ്മ എന്ത് അറ ഇത് നമ്മുടെ ഇത് അതാരാ? അതല്ലോ ഇതെല്ലാരാ? അപ്പൊ ഇതായിരുന്നാ നമ്മുടെ സ്റ്റുഡിയോ? നമ്മുടെ സ്റ്റുഡിയോ വേറെ നമുക്ക് ഓരോന്ന് കാണിച്ചു തരാം. ഇതൊന്ന് നോക്കിയേ. യൂട്യൂബ് സ്റ്റുഡിയോ. ഗ്രീൻ സ്ക്രീൻ. എവിടെ പോണ്? നമ്മുടെയാണ്. നമ്മുടെയല്ല നിന്റേത്. നീ ഞാനിക്കുന്നതന്നെ. ഇനി വേറെ സ്ഥലം കൂടി കാണിച്ചു തരാം. വാ. എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. നീ വായന കുറച്ചില്ല. വാ. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇതാ നിന്റെ ഫോട്ടോ. നേരെ ഫോട്ടോ. എന്താണ് കയ്യും കാലൊക്കെ വിറക്കരുത്. സത്യാണെന്ന് മനസ്സിലാവണം. തീർന്നല്ലേ? വാ. നടന്ന് 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 ഇവിടെ ഡോറ്. ഡോറ് തുറന്നാലോ? ഇതെന്താ തുറക്കാത്തെ? ഡോറ് തുറന്നാലോ? നീ മിണ്ടരുത്. ആ 2 ദിവസത്തേക്ക് ഇന്നേക്ക് 1 ദിവസത്തേക്ക്. കേക്ക് ഉണ്ടായിരുന്നോ? ബോർഡ് ഹാപ്പി ബർത്ത്ഡേ അമ്മൂട്ടി. പൊട്ടിക്കലടാ. സൗണ്ട് കിട്ടൂലടാ. ബൈക്കിൽ സൗണ്ട് കിട്ടൂലടാ. ഭയങ്കര സന്തോഷം.
പറയാ, എന്താ പറയണ്ടേന്ന് അറിയാൻ പാടില്ല ഗൈസ്. എന്താ പറയാ, ബർത്ത്ഡേ ഗിഫ്റ്റ് ഞാൻ മനസ്സിൽ ഇത് കണ്ണ് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു സർപ്രൈസ് ഉണ്ടാവുമെന്ന്. ഞാൻ വെച്ചൊരു റെസ്റ്റോറൻറ്റിലേക്കാണ്. പിന്നെ തൊട്ടൊക്കെ നോക്കുമ്പോൾ മനസ്സിലായി ഒരു വീട് ആണെന്ന്, ഒരു വീട് പോലെ എനിക്ക് തോന്നുന്നു, ഒരു ബിൽഡിംഗ് ആണെന്ന് മനസ്സിലായി. അങ്ങനെ കയറി വന്നപ്പോൾ പേര് കണ്ടപ്പോൾ ഞാൻ ഫ്ലാറ്റായി. കാരണം അർജുൻ ആർട്സ്, ഞാൻ ആദ്യം ക്യാമറമാൻമാരെ കണ്ടത്. അപ്പോൾ ഓക്കെ കേക്ക് കട്ടിങ്, പക്ഷെ പേര് അർജുൻ ആർട്ട് സ്റ്റുഡിയോ എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ പോയി. രാവൂട്ടാ, ഇത് എനിക്കറിയില്ല, നീ ഇത് എപ്പോഴാണ് പ്ലാൻ ചെയ്തത്? ഇവൻ എന്റെ കൂടെ തന്നെയല്ലേ താമസിക്കണത്, എനിക്ക് മനസ്സിലാവുള്ള. പിന്നെ ഇവൻ ഇടക്കിടക്ക് മുങ്ങണത് ഇപ്പൊ ഇതിന് വേണ്ടിയിട്ടാണ്. ഇവൻ പോയിട്ട് വൈകിട്ട് ആകുമ്പോ അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ പറയുമ്പോ എനിക്ക് ചിലത് ഡൗട്ട് തോന്നിയില്ലേ, സത്യം പറയാലോ, ഇനിയിപ്പൊ സത്യം പറയാലോ, എനിക്കിങ്ങനെ ഡൗട്ട് തോന്നിയിട്ട് ഇത് എവിടെ പോണെയാണ്. പോയിട്ട് വൈകിട്ടൊക്കെയാ വരുന്നത്. അപ്പൊ ഞാൻ ഓക്കെ ഇടക്ക് വിളിച്ചാലും എടാ വിളിക്കാട്ടോ ബിസിയാണ്. ഞാൻ വെച്ചാൽ ഇവനെന്ത് ഇത്ര ബിസി, അത് വെച്ചാൽ എന്തെങ്കിലും തിരക്കുണ്ടാവും. പക്ഷെ പാവം ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നു, നിന്നെ ഞാൻ വെറുതെ സംശയിച്ചു, എന്നോട് ക്ഷമിക്കണം. എനിക്ക് മനസ്സിലുണ്ടായിരുന്നു ഇവൻ എന്തെങ്കിലും ഇടക്കിടക്ക് പുറത്തോട് പോവും വരും വയ്യാതൊക്കെ പറഞ്ഞു. ഇതെല്ലാം ഒട്ടിക്കണം. ഈ ക്ലാസ് ഇതിന്റെ ഫസ്റ്റത്തെ കോലം കണ്ടിട്ടില്ലല്ലോ നിങ്ങളാരും? ഹലോ, തീർന്നിട്ടില്ല, ഇത് സ്ട്രക്ചർ മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾക്ക് AC ഒക്കെ വേണോ അല്ലേ ഗൈസ്? അപ്പം നമുക്ക് ഓൾറെഡി പ്ലാൻ ഉണ്ടായിരുന്നു ഡാൻസ് സ്റ്റുഡിയോ വേണമെന്നുണ്ട്. ഞാൻ കുറേ നാളുകളായിട്ട് ഇങ്ങനെ ഞാൻ കുറേ ബിൽഡിംഗ് ഒക്കെ ചെയ്ത് നോക്കുകയും ചെയ്യായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ രാമുണ്ണോട് ഞാനിങ്ങനെ പറഞ്ഞിടയിൽ രാമുണ്ണി പറഞ്ഞു നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നോക്കാം, ചിലപ്പോൾ ഒന്ന് ദുബായി പോകേണ്ട വരും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാ. അപ്പോൾ ഞാൻ ശരിയെന്ന്, ഇനി ഇവൻ ദുബായിക്ക് പോവോ അങ്ങനെ, ഇനി അതുകൊണ്ടായിരിക്കും പിന്നെ നോക്കാന്ന് പറയണത്. പക്ഷേ ഇത് കിഡ്നി ഒക്കെ ഉണ്ടാ വീട്ടിൽ ചെന്നിട്ട് നോക്കണ ആധാരം വല്ല. പക്ഷെ ഞാൻ ശരിക്കും വിചാരിച്ചതേ, വല്ല ചെറിയ വല്ല കാറ് വല്ലായിരിക്കും. ഞാൻ വിചാരിച്ചത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്ക് കൊടുത്തല്ലോ, പിന്നെ ഞാനിപ്പോ ഡ്രൈവിംഗ് ഇപ്പൊ സെറ്റാണ്, ഡ്രൈവിംഗ് സെറ്റ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു വല്ല ചെറിയ കാറ് വല്ല ഓടിച്ചു കളിക്കാൻ വല്ല ആയിരിക്കും. പക്ഷെ ഇന്ന് എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നതിന് പൊന്നോനെ ഞെട്ടിച്ചു. താങ്ക് യു സോ മച്ച്. അത് ഒന്നും പറയില്ല. ശരിയാണ്, നമ്മൾ നോക്കുമ്പോൾ എനിക്ക് ഞാൻ ഫുൾ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് നമ്മൾ കുറച്ചുകൂടെ വോളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. ഫുള്ള് നിന്റെ കഴിവാണ്. അതെ, കളർ സെൻസ് ആയി എനിക്ക് ഭയങ്കര ബന്ധമാണ്. ഞാൻ പച്ച കളറിൽ പച്ചയല്ല അടിച്ചാലോ. അത് വേണ്ട, എന്തായാലും അത് നന്നായി. മിറർ മാത്രമേ വെച്ചിട്ടുള്ളൂ, പിന്നെ അപ്പുറത്തെ ഒരു സ്റ്റുഡിയോ അത് ഗ്രീൻ സ്ക്രീൻ ഒക്കെ വെച്ചിട്ടുണ്ട്, അത് കൊള്ളാം. അപ്പൊ വോളൊക്കെ കുറച്ച് നന്നാക്കണം. ഇനി ഹലോ, മെയിൻ പരിപാടി പറ. എന്താ? ഡാൻസ് ക്ലാസ്. അത് പെട്ടെന്ന് സ്റ്റുഡിയോ തന്നതുകൊണ്ട് ഞാൻ തന്നെ മറന്നുപോയത് എന്തിനു വേണ്ടിയിട്ടാണ്. ഡാൻസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. യെസ്, ഡാൻസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഡാൻസ് ക്ലാസ് ഡാൻസ് ഇൻസ്ട്രക്ടർ ബൈ വൃന്ദ അർജുൻ. എന്തൊക്കെ പഠിപ്പിക്കുന്നുണ്ടെന്ന് അറിയാം എനിക്കിവിടെ? ആരൊക്കെ ഉണ്ട്? നമ്മുടെ ബോളിവുഡ് സ്റ്റൈലാണിക്കും ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ബോളിവുഡ് സ്റ്റൈൽ നീ പഠിപ്പിക്കുന്നത്? ഓക്കെ. ഇവിടെ കഥകളി പഠിപ്പിക്കുന്നുണ്ട് നിന്റെ സാറ്. എന്റെ സാർ കലാമണ്ഡലം അനിൽകുമാർ സാറ് ഞാൻ സംസാരിച്ചു വെച്ചിട്ടുണ്ട്. സാറ് റെഡിയാണ്. പിന്നെ ഭരതനാട്യം, കലാമണ്ഡലം. നിന്റെ മെയിൻ ഫസ്റ്റത്തെ പഠിപ്പിച്ച സാറല്ലേ? പ്രദീപ് സാറിന്റെ വഴിയുണ്ട്. പിന്നെ മ്യൂസിക് ക്ലാസ്, അമ്മ അല്ലെങ്കിൽ അമ്മാവൻ. അമ്മയും അമ്മാവനാണ് RLV പ്രതാപൻ. മ്യൂസിക് ക്ലാസ്സും ഉണ്ട്. സോ അത് ഞാനും വിചാരിച്ചു, നമ്മൾ ആർട്ട് സ്റ്റുഡിയോ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഒരു ഡാൻസ് ഫോം മാത്രം ആയിരിക്കില്ലല്ലോ, പക്ഷെ ഇത്രയും സംഭവങ്ങളൊക്കെ നമ്മൾ പോലും അറിയാതെ നമ്മളൊരു അധോലോകം. അതാണ് എനിക്ക് തോന്നുന്നത്. അയ്യോ ഗൈസ്, ഞാൻ സത്യം പറഞ്ഞു, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതിനേക്കാൾ കൂടുതൽ കുറച്ച് നെർവസ് ആണ്, കാരണം ഇത് പെട്ടെന്ന് കയ്യിൽ വന്നതാണ്. അതുകൊണ്ട് അറിയില്ല, എല്ലാം പ്ലാൻ. നിനക്ക് മാത്രം എല്ലാം പ്ലാൻ. ഞാനിനി ഒന്നേന്ന് പറഞ്ഞ് തുടങ്ങണം.
സോ ഗൈസ് താങ്ക് യു സോ മച്ച്. നിങ്ങളോടും ഒരുപാട് നന്ദിയുണ്ട്. ബിക്കോസ് ഇങ്ങനെ ഒരു സംഭവം എൻ്റെ മനസ്സിലേക്ക് പ്ലാൻ തന്നെ വന്നിരുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ്. താങ്ക് യു സോ മച്ച്. ആൻഡ് ഇവിടെ നിർത്തിക്കൊണ്ട് പറയണതല്ല. താങ്ക് യു മിസ്റ്റർ പ്രസാദ്. നന്ദി മാത്രമേ ഉള്ളൂ. നന്ദി മാത്രമേ ഉള്ളൂ. ഈശ്വരാ, ഇനി വെളുക്കുമ്പോൾ അന്തി വരെ ഡാൻസ് പഠിപ്പിച്ച് കടങ്ങളെല്ലാം വീട്ടേണ്ട വരുമല്ലോ ദൈവമേ. സോ ഗൈസ്, അപ്പോൾ ഇനിയുള്ള ജേണിയിലെ ഓരോ സ്റ്റെപ്സും നിങ്ങളായിട്ട് ഞങ്ങൾ എന്തായാലും ഷെയർ ചെയ്യുന്നതായിരിക്കും അല്ലേ. ഇത് നമ്മൾ എന്തൊക്കെ ചെയ്യുമെന്ന് അറിയില്ല. എനിക്കിനി ഓരോന്ന് ഇവൻ എന്തൊക്കെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഇനി വേണം അറിയാനായിട്ട് കുറച്ചും കൂടെ. താങ്ക് യു സോ മച്ച് ഗൈസ്. സോ അത് വേറൊരു വിഷയം. നാളെ അതായത് 29th April ഡാൻസ് ഡേ, ഇന്റർനാഷണൽ ഡാൻസ് ഡേ ആണ്. സോ ആ ഡാൻസ് ഡേക്ക് തന്നെ ഇങ്ങനെ ഒരു സമ്മാനം കിട്ടിയതിന് ഒരുപാട് സന്തോഷം. Yeah, so that's all about it. Thank you. ബൈ. ബാക്കി ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.